ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ഈ കാണിച്ചിരിക്കണമെന്ന് എഴുതിയിട്ട് ആരും അന്തം വിടണ്ട കേട്ടോ. എന്താ മല്ലിച്ചപ്പ് തന്നെയാണ്. മല്ലിച്ചപ്പ് നമ്മൾ ആവശ്യം വന്നിട്ട് നമ്മൾ മേടിക്കുമ്പോൾ ഒരു നല്ല ഇല കിട്ടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് എന്താ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് 10 രൂപക്കൊക്കെ നമുക്കൊരു പൊന്തക്കാട് കിട്ടും നല്ല ഇലയിട്ട്. അപ്പോൾ നമ്മളിന്ന് മേടിച്ചാൽ ഉണ്ടാവും മൊത്തം ചപ്പാണ്. ഈ ചപ്പിന്ന് എനിക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ആ ചപ്പിൽ ഇനിയും പുല്ലുണ്ട് എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഇലയൊക്കെ പാടെ പെറുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ആയുസ് മുഴുവൻ കഴിയും. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കരുതിയിട്ടുണ്ടാവും ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഈ പെണ്ണിത് എന്തായി കാണിച്ചു തരുന്നതെന്ന്. അപ്പോൾ ഒന്നുമല്ല കേട്ടോ കാണിച്ചു തരുന്നത്. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും കൂടി കാണിച്ചു തരണമല്ലോ. എപ്പോഴും ഉമ്മയാണ് വെച്ചുണ്ടാക്കുക, പക്ഷേ ഈ നുള്ളിപ്പെറുക്കി എടുക്കണമൊക്കെ ഞാനാണ് കേട്ടോ. അപ്പോൾ അത് ആ മസാല ഇരുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണു. മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിക്കണു, ഗരം മസാല ഇട്ടിക്കണു. അതാണ് കേട്ടോ പൊടിയായിട്ട് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഇട്ടിക്കണു. ഉപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇടാതിരിക്കരുത്, കാരണം ഉപ്പിടണം, അത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ലേസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈരും. അപ്പോൾ നന്നായിട്ട് അതിനങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം അത് പിടിക്കട്ടെ അതിലൊക്കെ. എന്നാലല്ലേ ഉള്ളൂ നമ്മൾ ആ ചിക്കനാ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിങ്ങനെയാണ് പൊരിച്ച് തിന്നണമെന്ന് കണ്ടാൽ തോന്നുക ചുറ്റും, പക്ഷെ ആരും പൊരിച്ച് തിന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കാൻ ഇറച്ചി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ബിരിയാണിക്ക് മസാല ഇരുമ്പി വെച്ചതാണ് കേട്ടോ നമ്മൾ. അപ്പം ഞാൻ ഇത് മസാല ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കണം. പിന്നെ ഒക്കെ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് വേണം, അതുപോലെ തന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു മീഡിയം വലുപ്പത്തിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ പുതിന വേണം കേട്ടോ. എന്നാൽ പുതിനയാണ് കേട്ടോ ഈ കാണുന്നത്. പുതിന ഞങ്ങളെ തൊടിയിലല്ല, അവിടെ അപ്പുറത്തെ വീട്ടിലത്തെ കേട്ടോ, ഞങ്ങളെ റൂമിൻ്റെ ഓണറെ വീട്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് വേണം. പിന്നെ നമുക്ക് തക്കാളി വേണം കേട്ടോ. തക്കാളി 2 തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത്. തക്കാളി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 1 കിലോ റൈസിനുള്ളതാണ് കേട്ടോ കണക്ക് പറയുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കോളും. പിന്നെ ഈ കാണുന്ന പട്ട, അതിൻ്റെ ഇല, ഗ്രാമ്പൂ, ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംഭവം മനസ്സിലായില്ലേ എത്തൊക്കെ സാധനങ്ങളാണെന്ന്. പിന്നെ നമ്മൾ എണ്ണ പാർന്നിട്ട് ഒരു ചെമ്പിലെ എണ്ണയൊക്കെ പാർന്ന് അതിലേക്ക് നമ്മളെ പട്ടിയും ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇടുകയാണ് കേട്ടോ വേണ്ടത്. ഉള്ളി ഒരുപാട് നേരം ഇളക്കണം കേട്ടോ. ക്ഷമയോട് കൂടിയിട്ട് ഇളക്കി ഇതിനങ്ങോട്ട് എടുക്കണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമയുള്ള ആളെ തന്നെ പിടിച്ചോളൂ കേട്ടോ. കുറേ നേരം ഉള്ളി വാട്ടേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ വെള്ളം വെച്ചിരിക്കണത് എന്തിനാണെന്നറിയോ? നമ്മളെ ഉള്ളി എല്ലാ മസാലയും റെഡി ആയി കഴിഞ്ഞാൽ അളവിന് നമ്മൾ വെള്ളം പാരൂലേ, ആ വെള്ളം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്, തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം പെട്ടെന്ന് വാർന്നു കഴിഞ്ഞാൽ തിളച്ച് കിട്ടുമല്ലോ. ഈ ഒരു പരുവത്തിൽ എത്തണം കേട്ടോ നമ്മുടെ ഉള്ളി. അത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ ബിരിയാണിയുടെ ഒക്കെ മുകളിൽ നമ്മൾ വെതറിടുമല്ലോ ഒരു ആഡംബരത്തിന്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇടലില്ല കേട്ടോ, എൻ്റെ അമ്മ അതൊക്കെ ഇടലുണ്ട് കേട്ടോ. എൻ്റെ അമ്മക്ക് ഭയങ്കര ആഡംബരത്തിൻ്റെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടണം കേട്ടോ അതിക്ക്. പിന്നെ നമ്മൾ വെള്ളം വെച്ചത് അത് നമ്മൾ പകുതി വെച്ച് മറന്നുപോയി. ആ വെള്ളം എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയാം. നമുക്ക് സബൂറില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഉച്ചക്ക് പള്ളിയിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോറ് വന്നേക്കാണ് വിളമ്പി കിട്ടണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ സമാധാനം ഇല്ലാത്ത മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കലും തിരക്കും. കാരണം അമ്മ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ. പക്ഷേ എൻ്റെ ഈ വീഡിയോ എടുക്കൽ കാരണം എന്താ അറിയോ, ഒക്കെ ഭയങ്കര സ്ലോ ആവും. അപ്പോൾ വീഡിയോ എടുക്കലും നടക്കണം, പെട്ടെന്ന് ഫുഡും ആവണം. അതിനൊക്കെ വിചാരിച്ചിട്ട് ഉമ്മ കണ്ടെത്തിയൊരു ഐഡിയ ഉണ്ടത് വെള്ളം വെക്കൽ വേഗം. അപ്പോൾ എളുപ്പമായാലും പരിപാടികൾ. അപ്പോൾ തക്കാളി നല്ലോണം, നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ തക്കാളി നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ വാട്ടിയ തക്കാളിക്കാണ് നമ്മൾ നേരത്തെ മസാല ഇരുമ്പി വെച്ച ആ കോഴി ഉണ്ടല്ലോ, ആ കോഴിനെ വെക്കണം ഇട്ടുക. എന്നിട്ട് ആ കോഴിനെ അതിലാണ് നന്നായിട്ടാണ് വേവിച്ചെടുക്കണം എന്ന് മിക്സ് ചെയ്തിട്ട്. പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നല്ല കേട്ടോ. അത്ര ആഡംബരത്തിലൊന്നും ഉമ്മ ഇളക്കണവും പിടിക്കണമെന്നും. ഉമ്മക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല വൃത്തി ക്ലീനോട് കൂടി തന്നെയാണ് ഉമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഞാൻ വീഡിയോ അതിൻ്റെ കൂടാണ്ട് എടുക്കുന്നു എന്നുള്ളൂ. പിന്നെ ഇമ്മ കുക്ക് ചെയ്യണത്, ഉമ്മക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിക്ക് പിന്നെ പുതിനയാണ് ഇട്ടിട്ടുള്ളത്. പുതിന ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഇടണം കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടു, ഞാൻ പറഞ്ഞപ്പത്തിന് മല്ലിച്ചപ്പ് ഇടലേ. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ കഴിക്കുന്നവർക്ക് അറിയായിരിക്കും മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഏറ്റവും കൂടുതൽ അവർ മല്ലിച്ചപ്പൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് മല്ലിച്ചപ്പ് ഇടുമ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മല്ലിച്ചപ്പാണ് ഇടുന്നത്, അത് രസമുണ്ടോയെന്ന്. ഞങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ഒരു ഫ്ലേവർ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് മല്ലിച്ചപ്പ് കൂടുതൽ ഇടുന്നത്. മല്ലിച്ചപ്പ് ഇഷ്ടമല്ലാത്തവർ മല്ലിച്ചപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, പിന്നെ ഈ ചുവത്ത കളറ് എല്ലാവരും ഇപ്പോൾ ഞാൻ 1-2 തവണ പുലാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു
കളറുള്ള ചോറ് വേണമെന്ന്. അപ്പോൾ കളറുള്ളൊരു ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിത് അത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കന്. പിന്നെ അത് ഈ ഒരു അരി കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടല്ലോ, ആ റൈസ് കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മച്ചൂന് ആ ഒരു റൈസ് തിന്നാൻ പറ്റൂല, അവന് ദഹനത്തിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു റൈസ് അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ചെറുതാകുമ്പോൾ കൊടുക്കരുതെന്ന്. അത് വിചാരിച്ച് തീരെ കൊടുക്കാതിരിക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പുറത്തൊക്കെ ചെന്നുമ്പോഴല്ലേ നമ്മൾ അങ്ങനത്തെ റൈസ്, അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരുപാട് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ റൈസ് അധികം ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ കാണിച്ച മാതിരി അരിക്കുള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഒരു ജീരകത്തിൻ്റെ മണമുള്ളൊരു അരി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അരിയൊക്കെ മണത്ത് നോക്കിയിട്ട് എന്താ അരിയുടെ മണമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് അടുത്തുള്ള വീട്ടിലത്തെ ഒരാളാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഉള്ളത്. ആൾ അടിപൊളി കുക്കാണ് കേട്ടോ. ആൾ ഫുഡ് ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞങ്ങൾക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള നമ്മൾ വെള്ളമൊക്കെ പറഞ്ഞു കേട്ടോ. ഈ ഒരു അരിക്ക് ഇരട്ടി വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് അരിയാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയാവുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന്. അരിയാവുമ്പോൾ ഇരട്ടി വെള്ളം എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഏത് അരിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിൽ ബാക്കി നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിന തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. നേരത്തെ മല്ലിച്ചപ്പും പുതിനയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. ചിക്കൻ്റെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ചിക്കൻ ഉണ്ട്, പക്ഷേ എന്നാലും ആ നമ്മൾ ഇടുന്ന റൈസിനും കൂടി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ കിട്ടത്. പിന്നെ നമ്മൾ ഉപ്പ് ചിക്കനക്ക് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഉപ്പിട്ടത്. പിന്നെ നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ചെയ്യുക, കാരണം ഫുഡ് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളിതാ അരിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അതിന്. അതിൻ്റെ ആ മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെയും ആ ചിക്കൻ്റെയൊക്കെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ ഒരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഫുഡിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് വറ്റിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ദമ്മിട്ട് കൊടുക്കേണ്ടത്. ദമ്മിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ടത്. കാരണം നന്നായിട്ട് അരി ഇളക്കിയിട്ട് അടി പിടിക്കാത്ത വിധം ഇളക്കിയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ ദമ്മിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാനും ഇല്ലാതെ നമ്മളെ മുളക് എല്ലാം ഇതിൽ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചുവപ്പ് കളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാശ്മീരി മുളക് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിറം കുറച്ച് കമ്മിയായാലും പാടില്ല. നമ്മളെ മുളകും പൊടിക്ക് നല്ല എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മുളകും പൊടി ഇടുക കേട്ടോ. കാരണം മുളക് എന്ന് പറഞ്ഞാൽ അതിൽ ചിക്കനിലിട്ട എരിവാണ്, അല്ലാതെ മുളകും പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിത് ദമ്മിടുന്നത് ഇങ്ങനെയാണ്, ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ചെമ്പ് കയറ്റി വെക്കുക. കാരണം നമുക്കിപ്പോൾ നാട്ടിലത്തെ മാതിരി അടുപ്പത്തല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അടുപ്പത്താണെങ്കിൽ നമ്മൾ അടുപ്പില കനൽ കോരിയിട്ട് നമ്മൾ അടപ്പിൻ്റെ മുകളിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് ഞങ്ങൾ തവിയുടെ മുകളിൽ ഈ ഒരു ചെമ്പ് കയറ്റി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ദമ്മിടാറുള്ളത്. അടിയിൽ തവി വെക്കണത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാവും ഏറ്റവും കൂടുതൽ. അടിക്ക് വല്ലാണ്ട് ചൂട് തട്ടാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമ്മൾ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടുന്നതിൻ്റെ മുന്നേ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നെയ്യ് തൂക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നെയ്യുള്ളൂ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് അത്ര വലിയ നെയ്യൊന്നും ആർക്കും അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഈ കാണിക്കുന്നത് എന്താ സ്പൂണിലുള്ള നെയ്യ് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ദമ്മൊക്കെ ഇട്ടു കേട്ടോ നമ്മളെ ഫുഡ്. അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടോ. ഫുഡിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. നമ്മളെ ഫുഡ് റെഡി ആയി കഴിഞ്ഞിട്ടോ. നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ ആ ദമ്മ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ. ആവി കാരണം നമ്മളെ ഫുഡ് കാണാമല്ലേ. അതാ കണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല ചിക്കനൊക്കെ നല്ല ഉടഞ്ഞിട്ട് അതിൽ കൂടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിക്കനെ കാണാനും കൂടിയില്ല, അങ്ങനെ ഉടഞ്ഞ് എല്ലാം അതും അതിൽ കിടന്ന് ഇതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വലിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ പീസസ് ആയിരുന്നു. ചെറിയ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പറയാൻ വിട്ടുപോയി. നമ്മൾ ചെന്നൊക്കത്തിന് അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് പോയിട്ട് വലിയ ഒന്നുകൂടി നമ്മൾ ബിരിയാണിക്കൊക്കെ വെട്ടുന്ന വരെ വലിയ പീസസ് ആയിട്ട് വെട്ടിയെടുത്താൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ചിക്കന് ഒന്നുകൂടി വലുതായിട്ട് നമ്മൾ കിട്ടുകയും ചെയ്യും. കാരണം കുട്ടികൾക്കൊക്കെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ പീസ് മെയിനായിരിക്കും. അപ്പോൾ നമ്മളിതിനെ ഹൈദരാബാദി പുലാവ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് എന്തുവാണെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.